ഹായ് ഹലോ, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഒരു സോസേജ് പെപ്പർ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേണം, ഒരു വലിയ സവാള വേണം, ചിക്കൻ സോസേജ് ഒരു 10 എണ്ണം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കറിവേപ്പില. ആദ്യമായിട്ട് ചെയ്യേണ്ടത് പാൻ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ചേർത്തത്. വെളിച്ചെണ്ണ ചേർത്ത് അത് ചൂടായി വരുമ്പോൾ കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത്, പെരിഞ്ജീരകം വലിയ ജീരകം ചേർത്ത് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സവാളയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് മഞ്ഞൾപ്പൊടി, അല്പം ചില്ലി പൗഡർ, ഞാൻ കുറച്ചാണ് ചില്ലി പൗഡർ, മെയിനായിട്ട് ഇവിടെ കുരുമുളകിൻ്റെ എരിവാണ് വേണ്ടത്, പെപ്പർ പൗഡറാണ് ചേർക്കേണ്ടത്. അതിന് ചില്ലി പൗഡർ ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ, കുരുമുളക് പൊടി ഇത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സോസേജ് അതിലേക്ക് ചേർക്കാം. സോസേജ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം, അധികം ചേർക്കേണ്ട, 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ മസാലയൊക്കെ സോസേജിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കുന്നത്. വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് ചിക്കൻ മസാലയോ ഗരം മസാലയോ, ഞാൻ ഇവിടെ ചിക്കൻ മസാലയാണ് ചേർത്തത്, ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഇളക്കി വേണമെങ്കിൽ പെപ്പർ പൗഡർ ചേർക്കാം, എരിവ് നോക്കിയിട്ട് ഉപ്പും എരിവൊക്കെ നോക്കുക ലാസ്റ്റ്. അതിനുശേഷം സ്റ്റൗ ഓഫാക്കി പാത്രത്തിലേക്ക് വിളമ്പാം. സോസേജ് പെപ്പർ റോസ്റ്റ് റെഡി.